Tech Bridge, an initiative to provide a foundational digital guide to technology for the visually challenged. വിജ്ഞാനദീപം ടെക് വിഷന്റെ ട്യൂട്ടോറിയൽ സീരീസിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആൻഡ്രോയിഡ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഏകദേശ ധാരണ ഇതിനോടകം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. കാഴ്ചപരിമിതരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയാണ് ഈ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ സൗകര്യങ്ങളാണ് അതിനു വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് നമുക്കായിട്ട് ചെയ്തിട്ടുള്ളത്, അതിനെയൊക്കെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ടോക്ക് ബാക്ക്, ഗൂഗിളിന്റെ ഒരു സ്ക്രീൻ റീഡിംഗ് സംവിധാനമാണ് ടോക്ക് ബാക്ക്. ടോക്ക് ബാക്കിനെ പറ്റിയിട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, പലരും ഉപയോഗിക്കുന്നുണ്ട്. ടോക്ക് ബാക്ക് എന്നാൽ ഒരു സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ എല്ലാം അത് നമുക്ക് സ്ക്രീൻ റീഡ് ചെയ്തു തരുന്നു. വാട്സപ്പിൽ തൊടുമ്പോൾ അത് വാട്സപ്പ് ആണെന്നും, യൂട്യൂബിൽ തൊട്ടാൽ അതിനെ യൂട്യൂബ് എന്നും, ഫേസ്ബുക്കിനെ തൊടുമ്പോൾ ഫേസ്ബുക്ക് എന്നും കൃത്യമായിട്ട് ഫോൺ നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ നമ്മൾ സ്ക്രീനിൽ തൊടുമ്പോൾ ഏത് ആപ്ലിക്കേഷനിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കോണ്ടാക്റ്റിന്റെ മേലെയാണോ നമ്മൾ വിരൽ തൊട്ടിട്ടുള്ളത് എന്ന് ഫോൺ തിരിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാനും അതുവഴി ഫോൺ ഉപയോഗിക്കാനും സാധിക്കുന്നത്. ഇനി എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്? നമുക്ക് വാട്സപ്പ് എടുക്കണം. വാട്സപ്പിൽ നമ്മൾ തൊടുന്നു, അത് വാട്സപ്പ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഒരു വിരൽ വെച്ചിട്ട് 2 തവണ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ വാട്സപ്പ് ഓപ്പൺ ആവും. ഏതൊരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഏതൊരു ഓപ്ഷനിലേക്കും നമ്മൾ പോകുന്നത് അത്തരത്തിൽ സ്ക്രീനിൽ ഡബിൾ ടച്ച് ചെയ്തുകൊണ്ടാണ്. ഇതിന് നമ്മൾ ചെയ്ത് പരിശീലിച്ച് ഒരു കൈവഴക്കം വന്നു കഴിയുമ്പോഴത്തേക്കും അത് ശരിയായിക്കോളും. അതുവരെ നമുക്കത് എങ്ങനെ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പരിശീലിച്ച് വരുമ്പോൾ ഓക്കെ ആവുന്ന ഒരു വിഷയമാണ്. ശേഷം നമ്മൾ വാട്സപ്പിൽ കയറി അതിനുശേഷം നമുക്ക് വേണ്ട ഒരു കോണ്ടാക്ട് ഡബിൾ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അത്തരത്തിൽ നമുക്ക് അതിന് മെസ്സേജ് അയക്കാനൊക്കെ പറ്റും. അപ്പം ഇതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് വരും സെഷനുകളിൽ നമ്മൾ പറയും. ഇപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ആമുഖമായി പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് ഫോണിൽ എഴുതിയിരിക്കുന്നതോ അതിലെ ആപ്പുകളോ കാണുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം വളരെ ഈസി ആയിട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തത് സെലക്ട് ടു സ്പീക്ക്. നമ്മള് അത്യാവശ്യം കാണുന്ന ഒരാളാണ്, ടോക്ക് ബാക്ക് ഒന്നും ഉപയോഗിക്കേണ്ട, സ്ക്രീൻ റീഡറിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഫോൺ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ചില സ്ഥലത്ത് വരുമ്പോൾ അക്ഷരങ്ങൾ കാണുന്നില്ല, അവിടെ എന്താണെന്ന് കൃത്യമായി കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ് സെലക്ട് ടു സ്പീക്ക്. വായിക്കേണ്ട ഭാഗത്തിൽ എത്തുമ്പോൾ സെലക്ട് ടു സ്പീക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രം നമുക്ക് വായിച്ചു കേൾക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ആക്സസിബിലിറ്റി ഫീച്ചറിന്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. അടുത്തതൊന്നാണ് ബ്രെയിൽ സപ്പോർട്ട്. നമുക്കറിയാം, കാഴ്ചയില്ലാത്ത ആളുകൾ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത് ബ്രെയിൽ ലിപിയിലാണ്. ഫോണിലുള്ള കാര്യങ്ങൾ ബ്രെയിൽ ലിപിയിൽ വായിക്കാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ബ്രെയിൽ സപ്പോർട്ട്. ഈ ഫോണിന് ഒരു ബ്രെയിൽ ഡിസ്പ്ലേ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാര്യം സാധ്യമാവുന്നത്. അടുത്തത് മാഗ്നിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ തരത്തിലുള്ള കാഴ്ച പ്രശ്നം ഉള്ള ആളുകൾക്ക് സ്ക്രീനിലുള്ള എഴുത്തുകളോ ഫോട്ടോസോ ഒക്കെ കുറച്ചും കൂടെ വലുതാക്കി കാണണം, അവർക്ക് ഇഷ്ടാനുസരണം വലുപ്പത്തിലാക്കിയിട്ട് കുറച്ചും കൂടെ വ്യക്തമായി കാണണം എന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് മാഗ്നിഫിക്കേഷൻ. അടുത്തത് ഒരു വോയിസ് അസിസ്റ്റന്റ് ആണ്. നമ്മളെല്ലാരും വോയിസ് അസിസ്റ്റന്റിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ശബ്ദം ഉപയോഗിച്ച് നമ്മുടെ ഫോണിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ്. ഒരു ആപ്ലിക്കേഷൻ തുറക്കാനോ കോൾ ചെയ്യാനോ ഒക്കെ നമുക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാം. ഓപ്പൺ വാട്സപ്പ് എന്ന് നമ്മൾ നമ്മുടെ ഫോണിനോട് പറഞ്ഞാൽ അത് നമുക്കതിനെ തുറന്നു തരും. അങ്ങനെ നമ്മുടെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫീച്ചറാണ് വോയിസ് അസിസ്റ്റന്റ്. അടുത്തത് ഫൗണ്ട് ഡിസ്പ്ലേ സൈസ്. നമ്മുടെ ഫോണിൽ കാണുന്ന അക്ഷരങ്ങളുടെ സൈസ് എത്രത്തോളം വേണം എന്നുള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് ചെറിയ അക്ഷരങ്ങളാണ് കാണുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടാനുസരണം അക്ഷരങ്ങളുടെ വലിപ്പം കൂട്ടാനായിട്ട് കഴിയും. അത് ചില ആപ്ലിക്കേഷൻസിന്റെ ഉള്ളിൽ മാത്രമായിട്ടും ചെയ്യാം. അതല്ലാതെ നമുക്ക് ഫോണിന് മൊത്തത്തിൽ അക്ഷരങ്ങളുടെ വലിപ്പം കൂട്ടണോ അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് മാറ്റി മാറ്റി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അക്ഷരങ്ങളുടെ മാത്രമല്ല, ഫോണിലെ ഐക്കണുകളുടെ ഒക്കെ വലിപ്പം നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫോണിൽ നിന്ന് എന്തെങ്കിലും വായിക്കുമ്പോൾ അത് വളരെ എളുപ്പത്തിൽ സ്ട്രെയിൻ ഇല്ലാണ്ട് വായിക്കാനായിട്ട് കഴിയും. അടുത്തത് ഹൈ കോൺട്രാസ്റ്റ് ടെക്സ്റ്റ്. ഇത് അക്ഷരങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതും ഒരു ആക്സസിബിലിറ്റി ഫീച്ചർ തന്നെയാണ്. വ്യത്യസ്തമായ രീതിയിലുള്ള എഴുത്തുകളും ഹെഡിങ്ങുകളും ഒക്കെ വരുമ്പോൾ നമുക്ക് കണ്ണിന് ഈസി ആയിട്ട് അത് സ്ട്രെയിൻ ഇല്ലാണ്ട് വായിക്കാൻ ഒക്കെ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ്. കളർ ഇൻവേർഷൻ ആൻഡ് കളർ കറപ്ഷൻ. സ്ക്രീനിലെ നിറങ്ങളെ വിപരീതമായി കാണിക്കുന്ന ഒരു ഓപ്ഷനാണിത്. അതായത് വെളുത്ത സ്ക്രീനിൽ കറുത്ത അക്ഷരങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് കറുത്ത സ്ക്രീനിൽ വെളുത്ത അക്ഷരങ്ങളായിട്ട് മാറും.
കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫീച്ചറാണിത്. കളർ കറപ്ഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല മോഡുകളിലുള്ളത് കാണാം. അതിലേതാണ് നമുക്ക് വായിക്കാൻ ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അത് ഓൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ആക്സസിബിലിറ്റി പരിചയപ്പെടുത്തുന്ന സമയത്ത് കുറച്ചും കൂടെ വിശദമായിട്ട് തന്നെ പറഞ്ഞു പോകും. കളർ കറപ്ഷൻ ആൻഡ് കളർ ഇൻവേർഷൻ ഇത് രണ്ടും ഒരു ആക്സസിബിലിറ്റി ഫീച്ചറാണ്. പ്രധാനമായിട്ടും ലോ വിഷൻ ആയിട്ടുള്ള ആളുകളെയും കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകളെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഫീച്ചറുകളാണ്. കളർ ഇൻവേർഷൻ, കളർ കറപ്ഷനിൽ ചില നിറങ്ങള് മനസ്സിലാക്കാനോ നോക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സ്മൂത്ത് ആയിട്ട് റീഡ് ചെയ്യാനും അത് മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് കളർ കറപ്ഷൻ. ആക്സസിബിലിറ്റി ഷോർട്ട് കട്ട്, നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രീൻ റീഡർ വളരെ എളുപ്പത്തിൽ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ സഹായിക്കുന്ന ഒന്നാണ് ആക്സസിബിലിറ്റി ഷോർട്ട് കട്ട്. ഇത് നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളിലോ അല്ലെങ്കിൽ ഒരു ആക്സസിബിലിറ്റി ബട്ടൺ ആയിട്ടോ സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും. ഇപ്പൊ ആൻഡ്രോയിഡ് എന്താണ് എന്നുള്ളതും ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തൊക്കെ സാധ്യമാവും എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. ഇതിന്റെ ഒക്കെ പുറത്ത് നമ്മളൊരു ഫോൺ വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ കടയിൽ ചെന്നിട്ട് എനിക്കൊരു സ്മാർട്ട് ഫോൺ വേണം എന്ന് പറഞ്ഞ് വാങ്ങുന്നതിന് പകരം എങ്ങനെ ഒരു ഫോൺ തിരഞ്ഞെടുക്കാം, നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എങ്ങനെ ഒരു ഫോൺ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. ഒന്നാമത്തത് ഫോണ് കൊണ്ട് നമുക്കുള്ള ആവശ്യം എന്ത് എന്നുള്ളതാണ്. ഞാൻ എന്തിനാണ് ഫോൺ വാങ്ങിക്കുന്നത്? എന്റെ ഉദ്ദേശം ഫോൺ വാങ്ങിയാൽ പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്പീക്കർ മാത്രം നോക്കിയാൽ മതി. പക്ഷെ അതല്ല, എനിക്ക് പഠിക്കണം ഫോണില്, അല്ലെ ഫോട്ടോ എടുക്കാനുണ്ട്, അപ്പൊ ക്യാമറ നോക്കണം, കുറെ വീഡിയോസ് ഒക്കെ കാണുന്ന കൂട്ടത്തിലാണ്. അങ്ങനെയാകുമ്പോൾ സ്ക്രീൻ നോക്കണം, സ്ക്രീൻ വലിപ്പം, ബാറ്ററി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മാത്രമേ ഫോൺ എടുക്കാൻ പറ്റുള്ളൂ. അടുത്തത് ബഡ്ജറ്റ്. എത്ര രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അതിനെല്ലാം ഫോൺ കിട്ടും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, എത്ര രൂപ നമ്മൾ മുടക്കാൻ തയ്യാറാണേലും അതിനനുസരിച്ചുള്ള ഫോണുകൾ ഇന്ന് നമുക്ക് വിപണിയിൽ കിട്ടും. അപ്പൊ നമ്മുടെ താല്പര്യത്തിനും ഇഷ്ടത്തിനും ആവശ്യത്തിനും അനുസരിച്ച് ഉള്ള ഫീച്ചറുകളുള്ള ഫോണ് നോക്കിയെടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയണം. 15,000 രൂപയിൽ താഴെ ഉള്ള ഫോണുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല ഫോൺ ഏതാണ് എന്നുള്ളത് കണ്ടെത്തണം. അല്ല, ഒരു 30,000 രൂപ മുടക്കാൻ കഴിയുമെങ്കിൽ അതിനനുസരിച്ചുള്ളത് കണ്ടെത്തണം. അടുത്തതായിട്ട് നമ്മളിപ്പോൾ നോക്കേണ്ടുന്ന ഒന്നാണ് ഫോണിന്റെ പ്രോസസ്സറും റാമും. ഇത് രണ്ടും നമ്മുടെ ഫോണിന്റെ സ്പീഡിനെ നിർണ്ണയിക്കുന്ന ഒന്നാണ്. നല്ല പ്രോസസ്സറും നല്ല രീതിയിലുള്ള റാമും ഉള്ള ഫോണാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്മൂത്ത് ആയിട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റും, കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റും. ഫോണിന് സ്റ്റക്ക് ആവുന്നത്, ഹാങ് ആവുന്നത് പോലെയുള്ള വിഷയങ്ങളൊന്നും വരൂല എന്നുള്ളതാണ്. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു 6GB റാമെങ്കിലും ഉള്ള ഫോണുകൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന ഫോണാണ് എടുക്കുന്നതെങ്കിൽ ഒരു 6GB അല്ലെങ്കിൽ 128GB എങ്കിലും വേണം എന്നുള്ളതും, മെമ്മറി കാർഡ് ഇടാൻ പറ്റാത്ത അല്ലെങ്കിൽ മൈക്രോ SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സിം മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ 2 സിം ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഒരു മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും 256GB 128GB എന്നുള്ള രീതിയിൽ ഫോൺ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ ഫോണിലുള്ള ഡാറ്റാസ് ആവശ്യം കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അല്ലാത്തവരെ സംബന്ധിച്ചിട്ട് ചെറിയ സ്റ്റോറേജ് ചെറിയ റാമും ഒക്കെ ആവുമ്പോൾ ഇത്തിരി പ്രശ്നമാവും. മറ്റൊന്ന് ക്യാമറയാണ്. കൂടുതൽ ഫോട്ടോയോ വീഡിയോയോ ഒക്കെ എടുക്കുന്ന ആളുകൾ അതിനനുസരിച്ചുള്ള ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയുള്ള ഫോണുകൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന് ബാറ്ററിയാണ്. നമ്മുടെയൊക്കെ കയ്യില് ഫോണ് മിക്കവാറും ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്ന ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോണുകൾ സെലക്ട് ചെയ്യണം എന്നത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. 5000 6000 mAh ബാറ്ററി ഉള്ളതാണ് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് നോക്കേണ്ടത്. മറ്റൊന്ന് സ്പീക്കറാണ്. ഡ്യുവൽ സ്പീക്കർ, അതായത് ഫോണിന്റെ താഴെ മേലെയും ഓരോ സ്പീക്കറുകൾ ഉണ്ടാവും. ഓഡിയോസ് ഒക്കെ നല്ല സുഖമായിട്ട് കേൾക്കാനും ഒക്കെ സഹായിക്കുന്നത് അത്തരം സ്പീക്കറുകളാണ്. തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള മറ്റൊരു വിഷയം, നമ്മൾ ഈ പുറത്തൊക്കെ പോയിട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ താഴെയാണ് സ്പീക്കർ ഉള്ളതെന്ന് നമുക്ക് കുറച്ച് അടുത്ത് പിടിച്ചൊക്കെ എന്തെങ്കിലും കേൾക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും മേലെയും കൂടെ സ്പീക്കർ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു സുഖമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഒത്തുകിട്ടി ഒരു ഫോണ് നമ്മൾ എടുക്കാന്ന് തീരുമാനിച്ചു. അപ്പോ നമ്മൾ നോക്കേണ്ടുന്ന ഒരു വിഷയമാണ്, ഈ ഫോണ് വിപണിയിൽ വന്നിട്ട് എത്ര വർഷം ആയിട്ടുണ്ടാവും ഏകദേശം? ഈ ഒരു ഫോണിന് ഇനി എത്ര നാൾ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ കിട്ടും എന്നുള്ളതാണ്. 2024 വന്നിട്ടുള്ള ഒരു ഫോണ്, കമ്പനി അതിന് 7 വർഷത്തെ അപ്ഡേറ്റ് പറയുന്നു. ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ 2019 20 വന്ന ഫോണ് ഇതേ 7 വർഷം പറയുമ്പോൾ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കുക. വലിയ വില വ്യത്യാസമൊന്നും ഇല്ലാതെ ഫോൺ നമുക്ക് 2024 വന്നത് കിട്ടുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ
വല്ലപ്പോഴും ഒക്കെ ഫോൺ വാങ്ങിക്കുന്നുള്ളൂ. അപ്പൊ ഏറ്റവും റെഗുലറായി അപ്ഡേറ്റുകളൊക്കെ കിട്ടുന്ന ഫോണുകൾ തന്നെ നോക്കിയെടുക്കുക. ഫിംഗർ പ്രിന്റ് സെൻസർ, ഫേസ് അൺലോക്ക്, വാട്ടർ പ്രൂഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇതിന്റെ കൂട്ടത്തില് പരിഗണിക്കുന്നത് നല്ലതാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് കാഴ്ചപരിമിതരായ നമ്മൾ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ ആക്സസിബിലിറ്റി സപ്പോർട്ട് വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. ഒരുവിധം ഫോണുകൾക്കൊക്കെ ആക്സസിബിലിറ്റി സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് അത് വലിയൊരു വിഷയം അല്ല. പിന്നെ നമുക്ക് അതിൽ ചെയ്യാവുന്നത് മുൻനിര ബ്രാൻഡുകളിൽ പെട്ട ഫോണുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൽ ഒന്ന് പറയാനുള്ളത്. ഒരു ഫോൺ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗിക്കുന്നവരോ ഉപയോഗിച്ചിട്ടുള്ളവരോ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇത് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു, എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു സ്ക്രീൻ റീഡിംഗ് എക്സ്പീരിയൻസ് എന്നുള്ളത് ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് മാത്രമാണ് അതിൽ പറയാനുള്ളത്. പിന്നെ ടോക്ക് ബാക്ക് വെച്ചിട്ട് ഉപയോഗിച്ച് നോക്കുക. ഫോണ് കടയിലൊക്കെ പോയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടും കൂടെ എടുക്കുക. ഫോണിന്റെ ഫിസിക്കൽ കണ്ടീഷനിൽ പല ആളുകളും ആവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളതൊക്കെ കടയിൽ പോയി ഫോൺ എടുക്കുന്ന സമയത്ത് നോക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊക്കെ ഫോണുകൾ വാങ്ങുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഏറെക്കുറെ എല്ലാം തന്നെ അവരതിൽ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വാങ്ങിക്കുക. പല ഫോണുകൾ നോക്കുക, അതിൽ നമുക്ക് കൂടുതൽ താല്പര്യം എന്ന് തോന്നുന്നതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് തോന്നുന്നതുമായിട്ടുള്ള ഫോണ് തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളൊരു ഫോണ് വാങ്ങാൻ തീരുമാനിച്ചു, അത് വാങ്ങിച്ചു. ഇനി ആ ഫോണ് എങ്ങനെ ഉപയോഗിക്കാം, അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ വരും ദിവസം നമ്മൾ വളരെ വിശദമായി തന്നെ പറയുന്നതായിരിക്കും. ഈ ഒരു ആക്സസിബിലിറ്റി ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഓരോന്നും നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് തന്നെ കാണിക്കും. ടോക്ക് ബാക്കിന് പുറമെ മറ്റ് സ്ക്രീൻ റീഡിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതിനെല്ലാം വളരെ വിശദമായ രീതിയിൽ തന്നെ മുൻപോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഈ വരുന്ന ട്യൂട്ടോറിയൽ സീരീസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുമല്ലോ.